സുമൻകുമാർ ഡയറക്റ്റ് ചെയ്ത് കീർത്തി സുരേഷ്, MS ഭാസ്കർ, വിജയ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ രഘുത്താത്ത എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഹ്യൂമർ ടച്ചിലൂടെ ഒരു സാമൂഹിക വിഷയം പറയാനാണ് അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർ എത്രത്തോളം വർക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക്കലാണ്, കുറച്ച് പഴയ കഥയാണ്, പഴയ പണ്ട് നടന്ന കഥയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കയൽവിഴി എന്ന് പറയുന്ന നായിക കീർത്തി സുരേഷ്, ആള് ഒരു പോരാളിയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ വള്ളുവക്കോട്ടை എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരെ അത് പാടില്ല എന്ന് പറഞ്ഞ് പോരാട്ടം നടത്തുന്നു. അത് കഴിഞ്ഞ് നല്ല ഒരു തൂലികാനാമത്തിൽ തൻ്റെ ആശയങ്ങൾ വളരെ നല്ല രീതിയിൽ എഴുത്തിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്നു. കാപ്പ എന്ന പേരിലാണ്. മാത്രമല്ല ആളൊരു ബാങ്ക് ഉദ്യോഗസ്ഥ കൂടിയാണ്. അതായത് പെൺശക്തീകരണം ആയാലും അവരുടെ സമത്വത്തിന് വേണ്ടി പോരാടാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ആളൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ ഒരു മുത്തശ്ശന് ഒരു അസുഖം വരുന്നു. അവസാന ആഗ്രഹം എന്ന പേരിൽ പുള്ളിക്ക് കല്യാണം കഴിച്ച് കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ ആൾക്ക് കല്യാണത്തിനൊന്നും വലിയ താല്പര്യമില്ല. കാരണം ആൾ ഇതിനു വേണ്ടി പോരാടണം എന്ന് ഒരു പുരോഗമന ചിന്തയുള്ള ആളുകളൊന്നും ഇല്ല. എല്ലാവരും പെൺകുട്ടികളായിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നുണ്ട് കുറേ സീനിൽ 15 വയസ്സായതാ മതി, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഇനി എന്തിനാ പഠിപ്പ് എന്ന് പറയുന്ന പോലെയും, അല്ലെങ്കിൽ ഇനി കല്യാണം കഴിപ്പിക്കാനുള്ളതല്ലേ എന്ന് പറയുന്ന പോലെ ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതിനെതിരെ പോരാടണമെന്നാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ തനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത് അത്യാവശ്യം പുരോഗമനവാദിയാണെന്ന് വിചാരിക്കുന്ന ഒരു സുഹൃത്തിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണ്. പക്ഷെ പിന്നീട് ഒരു ഹിന്ദിയോട് എതിർപ്പുള്ള ഒരാൾ, ഇത്രയും പോരാട്ടത്തിന് ആൾ എങ്കിൽ ഒരു കാരണം ബാങ്കിലെ പ്രൊമോഷൻ ടെസ്റ്റിൽ ഹിന്ദി അത്യാവശ്യമാണ്, പരീക്ഷ പാസ്സായി പറ്റൂ എന്ന രീതിയിൽ എടുക്കുമ്പോൾ ആരും അറിയാനും പാടില്ല എന്ന രീതിയിൽ അത് എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നീട് കല്യാണം നടന്നോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ആദ്യം പറയുന്ന പോലെ പെൺശാക്തീകരണത്തിനെതിരെയും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഉന്നമനത്തിനെതിരെയും പോരാടണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, എന്നാൽ ഒരു തരത്തിലും ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങളാണ് ഇതിനെ ഈ കഥയുടെ ഭാഗമാക്കാൻ കുറച്ച് സമയത്തിന് ശേഷം സംവിധായകൻ ശ്രമിച്ചിട്ട് തന്നെ ഇല്ല. എഴുത്തിലാണെങ്കിൽ പൂർണ്ണ പരാജയമായിരുന്നു. ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം പിന്നെ ഒരു ഹ്യൂമറായിട്ട് തന്നെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവർ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത്രയും പോരാട്ടം ആക്കുന്ന അല്ലെങ്കിൽ ഇത്രയും എഴുത്തുകാരി എന്ന് മുദ്ര കുത്തിയിട്ടുള്ള നായിക എക്സാം എഴുതാനൊക്കെ കള്ളത്തരത്തിലൂടെയാണ് ചെയ്യുന്നത്. വേറെ ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. തമാശ രീതിയിൽ കൊണ്ടുപോയി അവസാനം 1-2 സംഭാഷണങ്ങൾ ഒതുങ്ങിക്കൂടുന്ന കുറച്ച് ഡയലോഗ് കൊണ്ട് മാത്രം ആദ്യം കാണിച്ച അതിനോട് ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് രഘുത്താത്ത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് അതിനെ ഒരു ഹ്യൂമർ ടച്ചോടുകൂടെ പറയണമായിരുന്നു. അതും ചെയ്തിട്ടില്ല. ഈ കല്യാണം വിഷയം വന്നാൽ അത് മാത്രം ഫോക്കസ്ഡ് ആയി. പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരു ആവറേജിൽ താഴെയുള്ള ഒരു അനുഭവം മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. പറഞ്ഞ പോലെ 1-2 സംഭാഷണങ്ങൾ കൊള്ളാം, അത് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ റീൽസിലൊക്കെ കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ അത് കൊള്ളാലോ എന്ന്, അത് പറഞ്ഞിട്ട് ഈ സിനിമ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. സോ രഘുത്താത്ത എനിക്ക് തോന്നിയിട്ട് ഒരു ആവറേജിൽ താഴെയുള്ള ഒരു അനുഭവം മാത്രമാണ്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.